അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1257, സൂറത്തുൽ അംഫാൽ 20 മുതൽ 23 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم الذين لا يعقلون ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ റസൂലഹു, അവന്റെ ദൂതനെയും അനുസരിക്കുക. വലാ തവല്ലൗ അൻഹു, അല്ലാഹുവിന്റെ ദൂതനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. വഅൻതും തസ്മഊൻ, നിങ്ങൾ ഖുർആനും ഉപദേശങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കെ. വലാ തകൂനു കല്ലദീന ഖാലു സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ പോലെ നിങ്ങൾ ആവരുത്. വഹും ലാ യസ്മഊൻ, യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നില്ല, അഥവാ ചിന്താശേഷി ഇല്ലാത്ത, ചിന്തിക്കാത്ത വിധം കേട്ടിട്ട് കേട്ടു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാവരുത്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, നിശ്ചയം അല്ലാഹുവിൽ ഏറ്റവും തല്ലിപ്പൊളിയായിട്ടുള്ള ജന്തു, അസ്സുമ്മു, സത്യം കേൾക്കാൻ കഴിയാത്ത ചെവി പൊട്ടനാണ്, അൽബുക്കുമു, സത്യം സംസാരിക്കാൻ കഴിയാത്ത നാപ്പൊട്ടനുമാണ്, അല്ലദീന ലാ യഅഖിലൂൻ, കാര്യങ്ങൾ ചിന്തിക്കാത്തവരായിട്ടുള്ള നാവും ചെവിയും പൊട്ടിയിട്ടുള്ള ആളുകൾ, അവരാണ് അല്ലാഹുവിൽ ഏറ്റവും മോശമായ ജീവികൾ. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ, അവരിൽ അല്ലാഹു തആല വല്ല നന്മയും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അസ്മഅഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാകും വിധത്തിൽ കേൾപ്പിക്കുമായിരുന്നു. വലൗ അസ്മഅഹും, ഇനി അവർ അല്ലാഹു തആല കേൾപ്പിക്കുമെന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിയാലും ലതവല്ലൗ, അവർ പിന്തിരിഞ്ഞു പോകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വഹും മുഅ്രിദൂൻ, അവർ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് പുറകോട്ടടിക്കുന്നവരായ നിലക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സഹായവും സത്യനിഷേധികൾക്ക് പരാജയവും നൽകിയ കാര്യങ്ങളാണ് എന്നല്ലോ വിശദീകരിച്ചത്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു തആല ദുർബലപ്പെടുത്തുമെന്ന്, സത്യവിശ്വാസികൾക്ക് സഹായം കൊണ്ട് കൂടെ ഉണ്ടാകുമെന്നും. അപ്പൊ അത് പറഞ്ഞപ്പോൾ സത്യവിശ്വാസിയുടെ പവറും സത്യനിഷേധിയുടെ ദുര്യോഗവും ദുരന്തവും രണ്ടും നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അതാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്നും, അഥവാ ആ അനുസരണത്തിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുന്ന അനുസരണക്കേടിന്റെ സ്വഭാവം ഒരിക്കലും ഒരു വിഷയത്തിലും അവരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും, മുനാഫിക്കുകൾ എന്ന കപടന്മാർ ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു എന്ന് പറയും, പക്ഷേ അവർക്കതൊന്നും തിരിയുകയോ അവർ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ലാത്ത പോലെ, അതേപോലെ തന്നെ സത്യത്തിലേക്ക് തീരെ തിരിഞ്ഞു നോക്കാത്ത അവിശ്വാസികളെപ്പോലെ ഒരിക്കലും തന്നെ വിശ്വാസികൾ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്നവരാവരുതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിരിക്കുകയാണ്. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂല, അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം എന്ന്. ഇവിടെ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ അല്ലാഹുവും റസൂലും എന്തു കൽപ്പിച്ചാലും അത് യുദ്ധം, സമാധാനം എന്ന വ്യത്യാസമൊന്നുമില്ല. ഏതൊരു വാക്ക് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വേണമെന്ന് കൽപ്പിച്ചാൽ ആ വാക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല. മനസ്സിലായോ? അതേസമയത്ത് അങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കാതെ ഒരു പൊതുതത്വം റസൂൽ പഠിപ്പിച്ചാലോ
ആ പൊതുതത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോടൊരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു നിർണിത രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ വെച്ചില്ല. അതായത് പല രൂപത്തിലും അത് നിർവഹിക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എങ്കിൽ അതിൽ ഏത് രൂപത്തിൽ നിർവഹിച്ചാലും അത് നബി തങ്ങളുടെ കൽപ്പനകളുടെ ലംഘനമല്ല. അപ്പൊ ഈ പെർട്ടിക്കുലർ ശൈലി തന്നെ അത് ചെയ്തതായിട്ട് കാണണമെന്ന് വാശി പിടിക്കേണ്ടതുമില്ല. മറിച്ച് ഒരു പെർട്ടിക്കുലർ ശൈലി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നാൽ ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് അവിടുന്ന് നിഷ്കർഷിച്ചാൽ പിന്നെ ആ ശൈലി നമ്മളായിട്ട് വിടാനും പാടില്ല. ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ അനുസരിക്കണം. അഥവാ അവരുടെ കൽപ്പനകൾ നിങ്ങൾ സ്വീകരിക്കണം, വിരോധങ്ങൾ നിങ്ങൾ കൈയൊഴിക്കണം. അല്ലാഹു തആല കൽപ്പിച്ചത്, റസൂലുള്ള കൽപ്പിച്ചത്, അത് രണ്ടും നിങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റൂ, അത് നിങ്ങൾ നടപ്പാക്കിയേ പറ്റൂ. അവർ എതിർത്തത് അല്ലെങ്കിൽ ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തേ പറ്റൂ. ഇതാണ് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് വിരുദ്ധമായ ഒരു ശൈലി ഒരിക്കലും തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതാണ് തുടർന്ന് അള്ളാഹു തആല പറഞ്ഞത്, വലാ തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞു കളയരുത്, നബിതങ്ങളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയരുത് എന്ന്. നോക്കൂ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലാ തവല്ലൗ അൻഹു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നബിതങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയരുത്, അള്ളാഹിനെ തൊട്ട് തിരിഞ്ഞു കളയരുത് എന്ന് പറഞ്ഞില്ല. വാസ്തവത്തിൽ അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ അള്ളാഹിനെയും റസൂലിനെയും തൊട്ട് തിരിഞ്ഞു കളയരുത് എന്ന് അൻഹുമാന്ന് പറയണ്ടേ? അതിന് പകരം അൻഹൂന്ന് റസൂലുള്ളാഹിനെ മാത്രം ചുരുക്കിയത് എന്താ? അത് പണ്ഡിതന്മാർ പറയുന്നത് ലിഅന്ന തആഅത റസൂലി തആഅതുഹു, റസൂലുള്ളാഹിനെ അനുസരിക്കൽ അള്ളാഹിനെ അനുസരിക്കൽ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങളും അതേപോലെ തന്നെ മറ്റു മുഫസ്സിറുകളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ശരി, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും അനുസരിക്കണം. അഥവാ എല്ലായ്പ്പോഴും പടച്ചോൻ പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞത്, അതെന്താവട്ടെ, അതിനൊന്നും പിന്നെ നമുക്കെന്തില്ല, അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ വകുപ്പില്ല. ഇങ്ങനെ ആവണമെന്ന് നിഷ്കർഷിച്ചൊരു വിഷയത്തിൽ. അതേസമയത്ത് ചിലതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൊതുവായി പറഞ്ഞിട്ടുണ്ടാവും. ആ പൊതുവായി പറഞ്ഞത് അതിന്റെ പൊതുവായ അവസ്ഥയുടെ അതിർവരമ്പ് ലംഘിക്കാത്ത വിധത്തിൽ വിശദമായി തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തവല്ലൗ അൻഹു, നബിതങ്ങളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയരുത്, വഅൻതും തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നവരായിരിക്കെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നു, അതേപോലെ തന്നെ നിർദ്ദേശങ്ങൾ തരുന്നു. ആ നിർദ്ദേശങ്ങൾ തരുമ്പോൾ, ഉപദേശങ്ങൾ നൽകുമ്പോൾ ആ ഉപദേശങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നതിന് കാത്തുനിൽക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ഇതിൽ മറ്റൊരു സദസ്സിനോട് പാലിക്കേണ്ട ഒരു മര്യാദ കൂടി അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഗതി വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിശദീകരണം തീരാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല, അനുവാദമില്ലാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ എന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, മനസ്സിലായില്ലെങ്കിൽ, പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ അത് കൃത്യമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുത്തേണ്ടതുണ്ട്. അല്ലാതെ മനസ്സിലാകാതെ എനിക്ക് മനസ്സിലായി എന്ന് പറയരുത്. അതാണ് വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെ പോലെ, അഥവാ കപടന്മാരെ പോലെ നിങ്ങളാവരുത്. കപടന്മാരെന്ത് ചെയ്തു? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു. പക്ഷെ കേട്ടു എന്ന് പറഞ്ഞാൽ ചെവിയോണ്ട് കേട്ടു, മനസ്സിലേക്ക് കയറ്റിയില്ല, അനുസരിച്ചില്ല. എന്നിട്ട് അവരതിന് നേരെ എതിര് പ്രവർത്തിച്ചു. അതേപോലെ നിങ്ങളാവരുത്. അതാണ് വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ, കേട്ടു എന്ന് പറഞ്ഞൊരു കൂട്ടർ അവരെ പോലെ നിങ്ങളാവരുത്. വഹും ലാ യസ്മഊൻ, യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കും വിധത്തിലുള്ള കേൾവി കേൾക്കുന്നില്ല എന്നർത്ഥം. ചെവിയോണ്ട് കേൾക്കുന്നില്ല എന്നല്ല. അതങ്ങനെയാണ് അതിന്റെയൊക്കെ ഉദ്ദേശം. അത് അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനുസരണത്തിന്റെ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ചില അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ പറ്റി പറയും, അവൻ പറഞ്ഞാൽ കേൾക്കൂല. പറഞ്ഞാൽ കേൾക്കൂല എന്നത് ചെവി ഡാമേജാണെന്നല്ല, മറിച്ച് പറഞ്ഞത് അനുസരിക്കൂല എന്ന അർത്ഥത്തിലാണ് പറയാ. അങ്ങനെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ ഒരിക്കലും തന്നെ മുനാഫിക്കുകളെ പോലെ ചിന്താശേഷിയില്ലാത്ത പറയുന്നത് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത് കേട്ടുവെന്നും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സ്വീകരിക്കാതെ നടപ്പാക്കാതെ സദസ്സിൽ നിന്ന്
വഞ്ചനയോടുകൂടെ പിരിഞ്ഞു പോകുന്നവരുടെ ആ നിലപാടിലേക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ എത്തരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ ഇവിടെ കൃത്യമായിട്ട് നമ്മളോട് ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സദസ്സിൽ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ, ഒരു പൊതു സദസ്സിൽ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നബി തങ്ങളോട് സമ്മതം വാങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് പോകാൻ പാടില്ല എന്ന് ഖുർആൻ തന്നെ നിർദ്ദേശിച്ചത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൽ നൂറിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാമല്ലോ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂഹു ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. അല്ലാഹു തആല ഈ സൂക്തത്തിൽ പറയുന്നത് നിശ്ചയം യഥാർത്ഥ സത്യവിശ്വാസികൾ അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ശരിയായി വിശ്വസിക്കുന്നവരാണ്. നബിതങ്ങളോടൊപ്പം ഒരു പൊതുവായ സദസ്സിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പോകുകയില്ല നബിതങ്ങളോട് സമ്മതം ചോദിക്കാതെ. സദസ്സിൽ നിന്ന് അച്ചടക്കമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവം അവർ സ്വീകരിക്കില്ല. അത് ഏത് സദസ്സിലും നമ്മൾ പാലിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. വെറുതെ എങ്ങനെ എഴുന്നേറ്റ് പോവുക? അഥവാ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ ആ സദസ്സിന്റെ ഉത്തരവാദപ്പെട്ട ആളാരാണെങ്കിൽ ആ അതോറിറ്റിയോട് സമ്മതം വാങ്ങിയിട്ട് പോകണം. ഒരു മീറ്റിംഗിലും അതേപോലെ തന്നെ ഒരു സദസ്സിലും ഒക്കെ പാലിക്കേണ്ട മര്യാദയാണ്. അല്ലാതെ നമ്മൾ തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ വരുന്നു എന്നത് സ്വീകരിച്ചൂടാ. മുത്തനബിന്റെ സദസ്സിൽ വിശേഷിച്ചും അത് പാടില്ല. അങ്ങനെ തങ്ങളോട് സമ്മതം ചോദിക്കാതെ പോകരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, തങ്ങളോട് സമ്മതം ചോദിക്കുന്നവർ ഉലൈകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിനെ റസൂലിനെ ശരിക്കും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ആ കൽപ്പന അവർ പാലിച്ചത്. അങ്ങനെ സമ്മതം ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും സമ്മതം കൊടുത്തോളണമെന്നില്ല. ഫൈദസ്തഅ്ദിനൂക ലിബഅദി ശൈനിഹിം, അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമ്മതം ചോദിച്ചാൽ ഫഅ്ദൻ ലിമൻ ശിഅത മിൻഹും, തങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് തങ്ങൾ സമ്മതം കൊടുത്തോളൂ. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്തോളൂ. അല്ലാതെ എല്ലാവർക്കും സമ്മതം കൊടുക്കണമെന്നൊരു കൽപ്പന, അതായത് അതിന് റസൂലുള്ളാഹിക്ക് വിവേചനാധികാരമുണ്ട്. തങ്ങൾക്ക് വേണമെങ്കിൽ സമ്മതിക്കാം, വേണ്ടെങ്കിൽ സമ്മതിക്കണ്ട, സമ്മതിച്ചില്ലെങ്കിൽ പോകാനും പാടില്ല. ഇതാണ് നിയമം എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൻ നൂറിൽ അതിന്റെ 62-ാമത്തെ സൂക്തത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ കപടന്മാരെ പോലെ നിങ്ങളാവരുത്. നബിതങ്ങൾ പറയുന്നത് പൂർണ്ണമായി കേട്ടു മനസ്സിലാകുന്നതിന് മുമ്പ് സദസ്സ് വിടുകയോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുകയോ ചെയ്യരുത്. മനസ്സിലാവാത്ത വീണ്ടും ചോദിച്ചെന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്നിട്ട് നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, നിശ്ചയം അല്ലാഹുവിങ്കൽ ഏറ്റവും തല്ലിപ്പൊളികളായിട്ടുള്ള ജന്തുക്കൾ. ദവാബ് വെച്ചാൽ ഭൂമിയിലൂടെ നടക്കുന്നവർ, ചലിക്കുന്നവരുടെ അർത്ഥമുള്ളൂ. അതിലിപ്പോ മനുഷ്യനും അല്ലാത്തവരൊക്കെ പോടും. അപ്പൊ അത് ആ അർത്ഥത്തിൽ ആണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന ശർറദ്ദവാബി, ഏറ്റവും മോശമായ ജീവികൾ. എന്തല്ലാ, അല്ലാഹുവിങ്കൽ ഏറ്റവും മോശമായ ജീവികൾ അതാരാണ്? അത് അസ്സുമ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ, ഒന്നും മനസ്സിലാക്കാത്ത, സംസാരശേഷിയില്ലാത്ത, ശ്രവണശേഷിയില്ലാത്ത ആൾക്കാരാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ സംസാരശേഷിയില്ല, ഒന്നും മനസ്സിലാക്കാനും കഴിയണില്ല, അതേപോലെ തന്നെ കേൾവി ശക്തിയും ഇല്ല. അങ്ങനത്തെവർ ഏറ്റവും മോശക്കാരാണ് എന്ന് അല്ലാഹു പറഞ്ഞു. എന്നപ്പോ ചെവി പൊട്ടിയ ആള് ഭയങ്കര കുറ്റക്കാരനാണെന്ന്, അല്ലെങ്കിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത നാപ്പൊട്ടൻ മോശക്കാരനാണെന്നല്ല ഇവിടെ പറഞ്ഞത്. ഒരു മന്ദബുദ്ധി വളരെ മോശക്കാരനാണ് എന്നുമല്ല, മറിച്ച് അല്ലാഹു തആല യഥാർത്ഥ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള മനസ്സും നാവും കണ്ണും ചെവിയും ഒക്കെ നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആ പണി ചെയ്യാത്ത ആൾക്കാർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അല്ലാഹു കണ്ണ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല. അതായത് സത്യം അവർ മനസ്സിലാക്കുന്നില്ല. കാത് കൊടുത്തിട്ടുണ്ട്, ആ കാതുകൊണ്ട് സത്യം കേട്ടനുസരിക്കുന്ന സ്വഭാവം അവർ സ്വീകരിക്കുന്നില്ല. കൽബുണ്ട്, പക്ഷെ ആ കൽബുകൊണ്ട് അവർ സത്യം ചിന്തിച്ച് മനസ്സിലാക്കിയത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും തല്ലിപ്പൊളികളായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വലു അലിമല്ലാഹു ഫീഹിം ഖൈറൻ,
എന്നിട്ട് അള്ളാഹു പറയാണ്, അവരിൽ അള്ളാഹു വല്ല നന്മയും അറിഞ്ഞിരുന്നുവെങ്കിൽ ലാസ്മഅഹും, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുമായിരുന്നു. അതായത് അനുസരിക്കുന്ന കേൾവി അള്ളാഹു കേൾപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിയാം. അങ്ങനെയുള്ള ആളുകളെ പിന്നെ അവരെ പാട്ടിന് വിടുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടത്തിന് വിടുമ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാട് മോശമായ നിലപാടായിരിക്കുമെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അവർ കേൾപ്പിക്കാത്തത് എന്ന് അള്ളാഹു തആല പറയാണ്. വലൗ അസ്മഅഹും, ഇനി സാങ്കല്പികമായി നമ്മൾ പറയാം അള്ളാഹു അവരോട് കേൾപ്പിച്ചു എന്ന് വെക്കുക. അതായത് ഇതൊക്കെ ചിന്തിക്കണം, മനസ്സിലാക്കണം എന്ന അർത്ഥത്തിൽ അവർ കേൾക്കാൻ ശ്രമിച്ചു എന്ന് വെക്കുക. അങ്ങനെ ശ്രമിച്ചാലും ലതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ പിന്തിരിയുന്നവരായ നിലക്ക് അവർ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. അതായത് അത് സ്വീകരിക്കില്ല എന്ന നിലപാടിലേക്ക് തന്നെ ആത്യന്തികമായിട്ട് അവരെത്തും. അപ്പോ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, കപടന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ നിഷേധാത്മകമായ നിലപാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് വിശ്വാസികളായ ആളുകൾ എത്തിക്കൂടാ. ഒരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ ലംഘിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലപാട് ശരിയായില്ല എന്ന് പറയുന്ന സ്വഭാവം ഒരിക്കലും തന്നെ വിശ്വാസികൾ സ്വീകരിക്കാൻ പാടില്ല. മുത്തുനബി എന്തു പറഞ്ഞാലും സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിക്കുന്നു എന്നേ പറയാവൂ. അല്ലാതെ സമിഅനാ വഅസൈനാ, കേട്ടു ഞങ്ങൾ പക്ഷെ അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ മുൻകാലത്തുണ്ടായവരുടെയോ കപടന്മാരുടെയോ നിലപാട് അതൊരിക്കലും തന്നെ വിശ്വാസിക്ക് ചേർന്നതല്ല. എല്ലാം തങ്ങൾ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം, സ്വീകരിക്കണം. അബദ്ധവശാൽ ആ സ്വീകരിക്കുന്ന സംഗതികൾ തന്നെ ചിലപ്പോൾ നമുക്കൊന്ന് അബദ്ധം പറ്റിയിട്ടുള്ളൂ ചെയ്യാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എതിരിൽ പ്രവർത്തിച്ചു പോയാൽ, അത് ധിക്കാരത്തിന്റെ പേരിലല്ല, അല്ലാത്ത നിലക്ക് പറ്റിപ്പോയാൽ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന സ്വഭാവം സ്വീകരിക്കുക കൂടിയാണ് വിശ്വാസികളുടെ ബാധ്യത എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുത്തുനബിയെ അനുസരിക്കുക, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക, അവിടുത്തെ സുന്നത്ത് നമ്മൾ ഉൾക്കൊള്ളുക. അവിടെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒരു സ്ഥാനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഗതിയുടെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്നത് അത് നിരാകരിക്കാനോ അല്ലെങ്കിൽ അത് തള്ളിക്കളയാനോ ഉള്ള നമ്മുടെ ഒരു മാനദണ്ഡമായി നമ്മൾ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ വിശ്വാസി നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതിയെയും, അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, ഒരു സംഗതിയെയും വിശ്വാസി ചോദ്യം ചെയ്യാൻ പാടില്ല, അവനതിനെതിരിൽ രംഗത്ത് വരാനും പാടില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കാലത്ത് കൊടുക്കുന്ന ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ കൂടെ കൊടുക്കുന്ന ഒരു കയറ് അതെനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതി, ആ സംഗതിക്കെതിരിൽ അതെത്ര ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നിയാലും വലിയ കാര്യമാണെന്ന് തോന്നിയാലും അവിടെയൊന്നും ധിക്കാരത്തിന്റെ ശൈലിയും സ്വഭാവവും ഇസ്ലാം വെച്ച് പൊറുപ്പിക്കില്ല എന്ന വളരെ ഗൌരവതരമായിട്ടുള്ള ഒരു ശൈലിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന ശൈലി മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. എവിടെയാണോ മുത്തുനബിന്റെ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ളിടത്തേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടണം. റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാവാൻ കഴിയില്ല ഹത്താ യകൂന ഹവാഹു, അവന്റെ ഇഷ്ടം, അവന്റെ താല്പര്യം, അവന്റെ ചോയ്സ് അതൊക്കെ ആകുന്നതുവരെ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുണക്കാൻ പാകപ്പെടുന്നതുവരെ. അള്ളാന്റെ റസൂൽ ഒരു സംഗതി പറഞ്ഞാൽ ആ പറഞ്ഞ സംഗതി ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സ് പാകപ്പെടുന്നതുവരെ നിങ്ങളാരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾക്ക് സമർപ്പിക്കണം നമ്മളെ. തങ്ങൾ എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം, നടപ്പാക്കണം. നബി തങ്ങൾ വിലക്കിയതെല്ലാം നിങ്ങൾ വർജിക്കണം. അപ്പൊ അതൊന്നും ഈ കാലത്ത് വിലക്കേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ അതൊന്നും ഈ കാലത്ത് പ്രസക്തമല്ല എന്നോ നബിതങ്ങളുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ പറയാൻ പാടില്ല എന്നത് പ്രത്യേകം വിശ്വാസി അവന്റെ ബാധ്യതയായി, ഉത്തരവാദിത്തമായി, അവന്റെ ജീവിതത്തിൽ അവൻ പകർത്തേണ്ട ഒരു സ്വഭാവമായി കൊണ്ടു നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക
അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.